നീ ഒന്ന് വർത്താനം പറയാതിരിക്കോ? പോർട്രേറ്റ് വീഡിയോ ആണ് നമ്മുടെ. ഹലോ, ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു. യെസ്, അപ്പൊ നമ്മൾ ഇന്നുള്ളത് കൊച്ചിൻ എയർപോർട്ടിലാണ്. അപ്പോൾ സാധാരണ നമ്മൾ പോകുന്ന സ്ഥലങ്ങള് ഫോറസ്റ്റ്, മൗണ്ടൻസ് ഇത് ഒഴിവാക്കി നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു മുംബൈ. യെസ്, മുംബൈ. കൊച്ചിയിൽ നമ്മൾ ഫ്ലൈറ്റിലാണ് നേരെ മുംബൈയിലേക്ക് പോകുന്നത്. അപ്പിനെ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാൻ നമ്മുടെ ഫ്ലൈറ്റ് വന്നു. നമ്മുടെ 6:30 ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോ നമ്മൾ കയറാൻ പോവാം. യെസ്, അപ്പൊ നമ്മൾ ഇതാ ഫ്ലൈറ്റ് കയറി. ബാക്കി ശേഷം മുംബൈ എത്തിക്കുകയാണ്. മുംബൈ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് സഹ്യാദ്രി മൗണ്ടൻസിന്റെ നല്ലൊരു വ്യൂ കിട്ടി. കേക്ക് കട്ട് ചെയ്ത് വെച്ച പോലെയൊക്കെ തോന്നി. യെസ്, അപ്പൊ നമ്മളിതാ മുംബൈ എത്തി. ഇനി നമ്മൾ ഊബർ നോക്കണം. അപ്പൊ നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ആദ്യം തന്നെ സൗത്ത് മുംബൈയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു ഊബർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ചേട്ടൻ ഇവിടെ എവിടെയോ അടുത്തെത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ റൂമും അതിന്റെ അടുത്താണ്. അപ്പം അവിടെ നിന്നാണ് ഇത് ഫ്രണ്ടിലേക്കല്ലേ. മുംബൈ ടാക്സി. നമ്മളിത് ഊബർ കയറി. ഇവിടുന്ന് അറൌണ്ട് 25 കിലോമീറ്റേഴ്സോളം ഉണ്ട് സൗത്ത് മുംബൈയില്. ട്രാഫിക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു 45 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ സൗത്ത് മുംബൈ പോകുന്ന വഴിക്ക് വോർലി സീലിംഗ് വഴിയാണ് പോകുന്നത്. മുംബൈയിലെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് ബാന്ദ്ര വോർലി സീലിംഗ് അഥവാ രാജീവ് ഗാന്ധി സീലിംഗ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ കടലിലെ പാലമാണ് ഇത്. 5.6 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത്. മുംബൈയിലെ ബാന്ദ്ര അതുപോലെ വോർലി എന്നീ സ്ഥലങ്ങളെയാണ് ഈ പാലം കണക്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഇതിനടുത്ത് തന്നെയാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഇതിന്റെ പേര്. ഏകദേശം 16 കിലോമീറ്ററോളം കടലിൽ കൂടിയാണ് ഇതും പണിതിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മുകേഷ് അംബാനിയുടെ വീടും കണ്ടു. 27 നില ബിൽഡിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ വീട്. അപ്പൊ നമ്മള് എയർപോർട്ടിൽ നിന്ന് ഊബർ പിടിച്ച് നേരെ വന്നത് താജ്മഹൽ പാലസ് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. മുംബൈയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ള താജ് ഹോട്ടലാണ് പിന്നിൽ കാണുന്നത്. അതെ, താജ്മഹൽ പാലസ് ഹോട്ടൽ അല്ലെങ്കിൽ ദ താജ്. 1903 പണി കഴിപ്പിച്ച ഈ ഹോട്ടലിൽ ഏകദേശം ഒരു 560ഓളം റൂമുകൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണിത്. 2008 മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ തീവ്രവാദികൾ ലക്ഷ്യം വെച്ച സ്ഥലങ്ങളിൽ ഒന്ന് താജ്മഹൽ ഹോട്ടലായിരുന്നു. ഇവിടെ ഏകദേശം 30ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. തീവ്രവാദികളെ നേരിടാനെത്തിയ NSG സംഘത്തിന് നേതൃത്വം വഹിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന് വീരമൃത്യു സംഭവിച്ചതും ഇതേ ഹോട്ടലിൽ വെച്ചാണ്. നമ്മളിപ്പോ ഇത് താജ് ഹോട്ടലിന്റെ ഫ്രണ്ടിലാണുള്ളത്.
ഇതിന്റെ ആർക്കിടെക്ചർ സൂപ്പർ ആട്ടോ കാണാൻ. സെയിം അതുപോലെ തന്നെ അതിന്റെ ബാൽക്കണിന്റെ ഹാങ്ങിങ് ആയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലത്തെ ബാൽക്കണിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ദിവസം ഇവിടെ റൂം എടുത്താലോ എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, പക്ഷെ അത്രക്ക് കാശില്ല, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. നല്ല ഭംഗിയാട്ടോ കാണാൻ, സൂപ്പർ. താജ് ഹോട്ടലിന്റെ നേരെ മുൻപിലായിട്ടാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 1911 ബ്രിട്ടനിൽ നിന്നെത്തിയ ജോർജ് 5 രാജാവിന്റെ ഇന്ത്യൻ സന്ദർശനത്തിന്റെ ഓർമ്മക്കായാണ് ഈ സ്മാരകം പണിതത്. ഏകദേശം 21 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഇത് പണിതത്. പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊരു ഭീമമായ തുകയായിരുന്നു. അങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡ് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെ ഒരു ചാറ്റ് സ്ട്രീറ്റ് ഉണ്ട്. ഒരു സാധനം കിട്ടി, ഇത് കഴിച്ചിട്ട് ഇത് മേടിക്കാം. അപ്പൊ നമ്മളിതാ താജ്മഹൽ ഹോട്ടലിന്റെ പിന്നിലൂടെ നടക്കുകയാണ്. നമ്മുടെ റൂമും ഇതിന്റെ അടുത്ത് തന്നെയാണ്. താജ്മഹൽ ഹോട്ടലിൽ റൂം എടുത്തില്ല, തൊട്ടപ്പുറമുള്ള. ക്രിസ്മസ് ആയതുകൊണ്ട് തിരക്കാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ തൊട്ടടുത്ത് വേറൊരു ഹോട്ടലുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയിലെ നഗരങ്ങളിൽ തേരാപാര നടക്കുന്നു. അപ്പൊ നമ്മള് റൂമിലെത്തി ഒരു 1 hour ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ എലിഫന്റ കേവ്സ് കാണാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പോ നേരത്തെ കണ്ട താജ്മഹൽ പാലസ് ഹോട്ടലിന്റെ പിന്നിലാണുള്ളത്. അപ്പൊ ഇവിടുന്ന് നേരെ എലിഫന്റ കേവ്സ് ഒരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. അതിലേക്ക് നമുക്ക് ഫെറി കിട്ടും. കുറച്ച് ദൂരം ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യണം, എന്നാൽ മാത്രമേ എലിഫന്റ കേവ്സിൽ എത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് ഫെറി പിടിക്കാനാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. എലിഫന്റ കേവ്സിലേക്ക് ഫെറി എടുക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ക്യൂ നിൽക്കാൻ വേണ്ടി കുറെ നേരമായി നോക്കുക. കാരണം ക്യൂവിന്റെ എൻഡ് കാണുന്നില്ല. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു, ഇതാണ് എൻഡ്. ഓക്കെ, ഇനി ഞാൻ ക്യൂ കാണിച്ചു തരാം. ഇന്ത്യ ഗേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫെറി കിട്ടും എലിഫന്റ കേവ്സിലേക്ക്. നമുക്ക് ഈ ഫെറിയിൽ പോകുമ്പോൾ ഒരുപാട് സീഗൾസ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് ബേർഡ്സ് നമുക്ക് കാണാം. ഒരു ബോട്ടിന്റെ പിന്നാലെ ഒരുപാട് ബേർഡ്സ്, സീഗൾസ് ആണെന്ന് തോന്നുന്നു. സീഗൾസ് ഒരുപാട് ആൾക്കാർ നമുക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ഇവിടെ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ബോട്ടിൽ ഒരുപാട് കുർക്കുറയും അതുപോലെ ലേസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് വാങ്ങിയിട്ട് സീഗൾസിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുർക്കുറെ മാത്രം കഴിച്ച് ജീവിക്കുന്ന സൈബീരിയൻ സീഗൾസിനെ നമ്മൾ കണ്ടു. അങ്ങനെ 1 മണിക്കൂറോളം കടലിലൂടെ യാത്ര ചെയ്ത് ഞങ്ങളിതാ എലിഫന്റ് കേവിലെത്തി. നമ്മള് എലിഫന്റ് കേവിലേക്ക് വരാൻ ഫെറി ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ചൊരു 10-200 മീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. വേണമെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ടോയ് ട്രെയിൻ സർവീസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. 18 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും അതെടുത്തു. നല്ല വെയിലുണ്ട്, അപ്പൊ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു.
ട്രെയിൻ കുറച്ച് ദൂരം മാത്രമേ വരുള്ളൂ, ബാക്കി നമ്മൾ നടന്ന് തന്നെ കയറണം. നമ്മൾ എലിഫന്റ് കേവ്സ് കയറുന്ന രണ്ട് ഭാഗത്തും നല്ല കുറേ ക്രാഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരുപാട് ക്രാഫ്റ്റ്സ്, അതുപോലെ എന്താണ് ഫാൻസി ഐറ്റംസ്, ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇതാ ഫൈനലി നമ്മൾ എലിഫന്റ് കേവിന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ, ഇച്ചിരി സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. ഞങ്ങൾ ഇത് ഇച്ചിരി ഫ്രൂട്ട്സും ജ്യൂസും അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. Come on, guys. Wow. എലിഫന്റ് കേവ്സ് ഏകദേശം 2200ഓളം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന ഗുഹയാണിത്. ബുദ്ധിസം അതുപോലെ ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്തൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ബുദ്ധൻ്റെയും അതുപോലെ ശിവൻ്റെയും ഒരുപാട് പ്രതിമകൾ നമുക്കിവിടെ വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ്. അങ്ങനെ എലിഫന്റ് കേവ്സിലെ കാഴ്ചകളൊക്കെ കണ്ട് ആകെ ക്ഷീണിച്ച് ബോട്ടിൽ വരികയായിരുന്നു. അപ്പോഴാണ് നമ്മൾ മുംബൈയിൽ അന്ന് കണ്ട ഏറ്റവും മനോഹരമായ വ്യൂ കണ്ടത്. നമ്മളിത് എലിഫന്റ് കേവിന്ന് തിരിച്ച് താജ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ തന്നെ എത്തി. ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോലും സ്ഥലമില്ല, അത്രയും തിരക്കാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എലിഫന്റ് കേവ്സ് എന്ന് വരുന്ന വഴിക്ക് നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെയും അതുപോലെ താജ്മഹൽ ഹോട്ടലിന്റെയും നല്ല ഭംഗിയുള്ള ഒരു വിഷ്വല് നമുക്ക് കിട്ടി. സോ ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുമ്പോ ഉള്ള ഒരു കാഴ്ചയായിരുന്നില്ല. ഉച്ചയ്ക്ക് നമ്മളൊരു അതെ അതെ നല്ല വെയിലൊക്കെ ആയിരുന്നു. തിരിച്ചു വരുമ്പോ ആകെ എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. ഒരു 7 മണിക്ക് ആയപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയത്. ആ സമയത്ത് ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. അതെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മുംബൈ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങൾ. മുംബൈ വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ. അതെ അതെ, അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.